വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ ഒരു PSC എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഏതൊക്കെ രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് എന്നാണ്. ഇപ്പൊ നമുക്കറിയാം PSCയുടെ ട്രെൻഡ് അനുസരിച്ച് ധാരാളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലേ. 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ വരും എന്നുള്ളതൊക്കെ ആലോചിച്ച് നോക്കി ക്ലിയർ ആയിട്ട് പഠിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ ആ 20 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അത് അറിയാത്തത് കൊണ്ട് മാത്രം പല കുട്ടികൾക്കും വളരെയധികം മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണേ കേട്ടോ. അപ്പൊ മിനിമം നമ്മൾ എന്താണ് എക്സാം, അതായത് ഇതിപ്പോ 2026 അല്ലെ, 2026 ഏപ്രിൽ മാസമാണ്. അപ്പൊ ഇപ്പോ മെയ്യിലാണ് നിങ്ങൾക്ക് ഒരു എക്സാം വരണേ എന്ന് വിചാരിക്കുക. അപ്പൊ 2026 മെയ്യിൽ ഒരു എക്സാം ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാർച്ച് ഏപ്രിൽ മെയ് ആ 3 മാസത്തെ ഒഴിച്ച് ജനുവരി ഫെബ്രുവരി 2026 ജനുവരി ഫെബ്രുവരി 2026 2025 2024 മിനിമം 2 വർഷത്തെയെങ്കിലും കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളോട് ചോദിക്കാറുണ്ടത് അത് ഉറപ്പ് തന്നെയാണ്, തീർച്ചയാണ് കേട്ടോ, ചോദിക്കും എന്നുള്ളത്. 2 വർഷമെങ്കിലും നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകണം. എപ്പോഴും നമ്മൾ പറയാ ഏറ്റവും എളുപ്പ വഴി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ, നമ്മൾ എന്താ പറയാ, നല്ല റാങ്കുകളിൽ എത്തണ കുട്ടികളൊക്കെ ചെയ്യണ കാര്യം എന്താണ്? എല്ലാ ദിവസവും അല്ലെ ഡെയിലി കാലത്ത് പേപ്പർ വായിക്കുന്നു, ആ പേപ്പറിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയെടുക്കുന്നു എന്നുള്ളതാണ് ഒട്ടുമുക്കാൽ ഭാഗം കുട്ടികളും ചെയ്യാം. പിന്നെ കുറെ കുട്ടികൾ എന്താ ചെയ്യുക, കുറെ അധികം കറണ്ട് അഫയേഴ്സിന്റെ പുസ്തകങ്ങൾ ഇറങ്ങും, കറണ്ട് അഫയേഴ്സിന്റെ പുസ്തകം വായിച്ച് പഠിക്കും. കറണ്ട് അഫയേഴ്സിന്റെ പുസ്തകങ്ങൾ പലതും തന്നെ വളരെ നല്ല പുസ്തകങ്ങളുണ്ട്, ഇല്ല എന്ന് ടീച്ചർ പറയണില്ല. അപ്പൊ അത്തരം പുസ്തകങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല, പഠിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു സിലബസ് എങ്ങനെയാണ് PSCയിൽ കറണ്ട് അഫയേഴ്സിന്റെ സിലബസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം മക്കളെ, അതിനുശേഷം പഠിക്കണം. അപ്പൊ അത് നമുക്കൊന്ന് നോക്കിയാലോ. കറണ്ട് അഫയേഴ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്, ഇന്റർനാഷണൽ ലെവല്. അപ്പൊ സ്റ്റേറ്റ് ലെവൽ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡുകൾ പഠിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, JC ഡാനിയൽ അവാർഡ്, GV രാജ അവാർഡ്, അതുപോലെ തന്നെ പത്മപ്രഭ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങള്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കണം. ഇനി അതുപോലെ തന്നെ കേരളത്തിന്റെ മിസ് കേരള ആരാണ്, അതുപോലെ തന്നെ കേരളത്തിലെ സ്വരാജ് ട്രോഫി ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ലഭിച്ചത്, പഞ്ചായത്തിന് കിട്ടിയത് എവിടെയാണ്, മുനിസിപ്പാലിറ്റി കിട്ടിയത് ഏതിനാണ്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങള്. നെഹ്റു ട്രോഫി വള്ളംകളി എന്നാ നടന്നത്, അതുപോലെ തന്നെ അതിന്റെ എന്താ പറയുന്നത് ഭാഗ്യചിഹ്നം എന്താണ്, അത്തരം കാര്യങ്ങള്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അതിലെ മികച്ച നടൻ, മികച്ച നടി, മികച്ച ബാലതാരം, അല്ലെങ്കിൽ മികച്ച സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെയുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച്. ഇനി കേരള അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കേരള ജ്യോതി അവാർഡ്, കേരള പ്രഭ അവാർഡ്, കേരള ശ്രീ അവാർഡ്, അങ്ങനെയുള്ള കേരള അവാർഡുകളെ കുറിച്ച് പഠിക്കണം. ഇനി കേരളത്തിലെ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റുകളെ കുറിച്ച് പഠിക്കുക. ആ പ്രോജക്റ്റുകൾക്ക് ഏതെങ്കിലും ബ്രാൻഡ് അംബാസിഡറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡ് അംബാസിഡർ ആരാ, അത്തരം കാര്യങ്ങൾ പഠിക്കുക. ഇനി കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ കറണ്ട് അഫയേഴ്സ് ബഡ്ജറ്റ് ഏതാണ്, ആ ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി കേരള മന്ത്രിസഭ പഠിക്കുക. അതിലെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ, അങ്ങനെ പ്രതിപക്ഷ നേതാവ് അടക്കം മന്ത്രിസഭ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. ഏതൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ്സ്, ഇപ്പൊ പുതിയ വിവരാവകാശ കമ്മീഷണർ വന്നുണ്ടോ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ മാറ്റിയുണ്ടോ, സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർ, അങ്ങനെ സംസ്ഥാനത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ സ്റ്റേറ്റ് ലെവലിലുള്ള പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ജ്ഞാനപീഠം, ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സരസ്വതി സമ്മാൻ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, അർജുന അവാർഡ്, ധ്യാൻചന്ദ് അവാർഡ്, വ്യാസ സമ്മാൻ, മൂർത്തി ദേവി പുരസ്കാരം, അങ്ങനെ കുറെ പുരസ്കാരങ്ങൾ പഠിക്കുക. പിന്നെ മിസ് ഇന്ത്യ ആരാണ് അല്ലെ, അവര് ഏത് സ്റ്റേറ്റിലുള്ള കുട്ടിയാണ്, അതുപോലെ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, എത്രാമത്തെ ദിവസമാണ്, എത്രാമത്തെ വർഷമാണ്,
ആരൊക്കെയാണ് നമ്മുടെ ഇവിടെ എന്താ പറയുക അതിഥികളായിട്ട് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സൈനിക പുരസ്കാരങ്ങൾ, ഇപ്പൊ കീർത്തി ചക്ര, പരംവീര ചക്ര അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അത്. അതുപോലെ നാഷണൽ ഫിലിം അവാർഡ് അഥവാ ദേശീയ സംസ്ഥാന എന്താ പറയാ ചലച്ചിത്ര അവാർഡുകൾ, കേന്ദ്ര ബഡ്ജറ്റ് അങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ കേരളത്തിലെ മന്ത്രിസഭ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും കേന്ദ്രത്തിലെ പ്രധാന പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നിർബന്ധമായിട്ട് പഠിക്കണം. ഇപ്പൊ ചോദിക്കാറുണ്ട് റോന്റെ മേധാവി, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റോന്റെ മേധാവി ആരാണ്? അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാര് അങ്ങനെ പുതിയത് ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ചില പ്രത്യേക സ്റ്റേറ്റുകൾ, ഇപ്പൊ എല്ലാ സ്റ്റേറ്റുകളും ഒന്നും ചോദിക്കില്ല. ഇപ്പോ കുറച്ച് സ്റ്റേറ്റുകളിലൊക്കെ എന്ത് നടന്നിട്ടുണ്ട്, എലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് എലക്ഷൻ നടന്നിട്ടുള്ള എന്ന് നമ്മൾ നോക്കി വെക്കുക. എന്നിട്ട് അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതെങ്കിലും സ്റ്റേറ്റിൽ രാജിവെച്ച് പോകണമെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആരെയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ അതെവിടെയാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാഷണൽ ലെവലിൽ ഓർത്തു വെക്കുക. ഇനി ഇന്റർനാഷണൽ ലെവലിൽ എന്തിട്ട് ഓർത്തു വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഓസ്കാർ നോക്കണം നമ്മള്, നോബൽ പ്രൈസ് നോക്കണം നമ്മള്, ബുക്കർ പ്രൈസ് നോക്കണം, മാക്സസി അവാർഡ് നോക്കണം, ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നോക്കണം, മിസ് വേൾഡ് ആർക്കാ കിട്ടിയ, മിസ് യൂണിവേഴ്സ് ആർക്കാ കിട്ടിയ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതൊക്കെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനിയിപ്പോ സ്പോർട്സ് മേഖലയിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് ഒളിമ്പിക്സ് നടന്നത്, അവസാന ഒളിമ്പിക്സ് നടന്നത് എന്നാണ്, വേദി എവിടെയാണ്, അങ്ങനെയുള്ള ഒളിമ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി, ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ഏത് രാജ്യത്തിനാണ്, അങ്ങനെയുള്ള ഗോൾഡ് മെഡലുകൾ എത്ര എണ്ണം കിട്ടി, അതുപോലെ തന്നെ ഇന്ത്യക്കാണെങ്കിൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് അതൊക്കെ നമ്മൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ എന്താ പറയാ സ്പോർട്സ് പറയുമ്പോൾ ഗ്രാൻഡ് സ്ലാംസ് വളരെ പ്രധാനമാണ്. അതായത് നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ തുടങ്ങിയ ഗ്രാൻഡ് സ്ലാംസ് ഓർത്തു വെക്കുക. വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ഫുട്ബോള്, IPL അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഇപ്പൊ എലക്ഷൻ നടക്കുകയാണ്. അപ്പൊ എലക്ഷൻ നടന്നിട്ടുള്ള എവിടെയൊക്കെയാണ്, അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ ഉച്ചകോടികൾ നടക്കാറില്ലേ മക്കളെ? G20 നടക്കാറുണ്ട്, G7 നടക്കാറുണ്ട്, ASEAN ഉച്ചകോടി നടക്കാറുണ്ട്, ബ്രിക്സ് ഉച്ചകോടി നടക്കാറുണ്ട്. അപ്പൊ ഉച്ചകോടികൾ എത്രാമത്തെ ഉച്ചകോടികളാണെന്നും ഉച്ചകോടികളുടെ വേദി എവിടെയാണെന്നും നോക്കി മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട ചില ബുക്സ് ഈ 2 വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ചില ബുക്സുകൾ ചിലരൊക്കെ എഴുതിയിട്ടുണ്ടാവാം. അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചില പ്രധാനപ്പെട്ട ആൾക്കാർ മരിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരാരൊക്കെയാണ് മരിച്ചത്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരും വല്ല ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പൊ പ്രധാനമായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തി എന്നുള്ളത്. അപ്പോ ഇപ്പോ ഈ 2 വർഷത്തിനുള്ളിൽ സന്ദർശനം നടത്തിയ രാജ്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് റാങ്കിങ്, ഓരോ പ്രധാനപ്പെട്ട ഇപ്പോ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്, അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ സൈനിക അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നടന്നിട്ടുള്ളത്, ഏതാണ് സൈനിക അഭ്യാസത്തിന്റെ പേര്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പുതിയ പദ്ധതികൾ ഇപ്പൊ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ബില്ലുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, പുതിയ അംബാസിഡർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെക്കണം. ഇനിയിപ്പോ യുദ്ധമായിക്കോട്ടെ, പ്രകൃതിയുടെ സംരക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിക്കോട്ടെ, വ്യവസായം, വാണിജ്യം അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എഗ്രിമെന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ അത്തരം എഗ്രിമെന്റുകൾ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, ഏതൊക്കെ വ്യക്തികൾ തമ്മിലാണ്, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഓരോ ദിവസങ്ങളും ചോദിക്കാറുണ്ട്, പരിസ്ഥിതി ദിനം അല്ലെ, അല്ലെങ്കിൽ ഭൗമദിനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജലദിനം. അപ്പൊ ഈ ദിനങ്ങളും ആ ദിനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേയങ്ങളും പ്രധാനമാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചില, നമ്മളിപ്പോ ന്യൂസിലാണെങ്കിൽ അതിപ്പോ പേപ്പറിലായിക്കോട്ടെ TV-യിലായിക്കോട്ടെ ചില പ്രത്യേക സ്ഥലങ്ങള് അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികള് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. പ്ലേസ് ആണെങ്കിൽ ആ പ്ലേസിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കുക. രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ തലസ്ഥാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനിയിപ്പോ ഏതെങ്കിലും യുദ്ധങ്ങൾ നടന്നു, ആ യുദ്ധത്തിന് ചില സൈനിക നടപടികളൊക്കെ നമ്മളിപ്പോ സഹായിക്കാനായിട്ട് പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും
നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനം അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയായാലും പഠിക്കണം. അത് ടീച്ചർ പിന്നെയും പിന്നെയും പറയാണ്. കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ. ഇപ്പൊ വേൾഡിലെ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ എങ്ങനെയാ പഠിക്കുക വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യു എൻ ജനറൽ സെക്രട്ടറി, അത് നമ്മളോട് അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണെന്നുള്ളതും അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, എത്രാമത്തെ ആളാണ്, അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ WHO, WTO, വേൾഡ് ബാങ്ക്, യുനെസ്കോ, ഇതിന്റെയൊക്കെ നമ്മുടെ ലീഡേഴ്സിന് ആരാണ്, പ്രത്യേകിച്ചും ഇത്തരം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ആരെങ്കിലും തന്നെ വനിതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തു വെക്കണം. അതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ ഫിഫയുടെ പ്രസിഡന്റ്, പിന്നെ അങ്ങനെയുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ICCയുടെ ചെയർമാൻ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരൊക്കെ വരുന്നത്, അത് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മുടെ രാജ്യത്തേക്ക് അവരാരെങ്കിലും വരിക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പേപ്പറിലും TV-യിലൊക്കെ ആ രാജ്യങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ രാജ്യങ്ങളെ കുറിച്ച് പറയുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ എന്താണ്, ആ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ ഒന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്ത് നിന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഇത് ഇത്രീശ് ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ 2-3 വർഷത്തെ കാര്യങ്ങൾ, ഇപ്പൊ അവാർഡുകളൊക്കെ ആകുമ്പോൾ 2-3 വർഷത്തെ പഠിച്ചു വയ്ക്കുക. ഇപ്പൊ ഈ വർഷം വന്നിട്ടുള്ളത് 2026 വന്നിട്ടുള്ളത്, 2025 വന്നിട്ടുള്ളത്, 2024 വന്നിട്ടുള്ളത്. 2026 പ്രഖ്യാപിക്കാത്ത കുറെ കാര്യങ്ങൾ 2024, 2025 ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ 3 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. അവാർഡുകൾ ആയിക്കോട്ടെ, ഇൻഡെക്സുകൾ ആയിക്കോട്ടെ, ഉച്ചകോടികൾ ആയിക്കോട്ടെ, ഇതൊക്കെ പ്രധാനമാണ്. ഒളിമ്പിക്സ് ആയിക്കോട്ടെ, ക്രിക്കറ്റ്, അത് വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അത് സംസ്ഥാനം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കേന്ദ്രമായിക്കോട്ടെ, അല്ലെ. അപ്പൊ അത്തരം ഈ പ്രധാനപ്പെട്ട കമ്മീഷനുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ. ഉറപ്പാണ് ടീച്ചർ പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഏതില് നേടാൻ പറ്റും, കറണ്ട് അഫയേഴ്സിൽ നേടാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക. ടീച്ചർ ഓരോ പ്രാവശ്യവും ടീച്ചറുടെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് 1-2 കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു 100-ലധികം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഈ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി മാത്രമായിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5000-ലധികം ചോദ്യങ്ങൾ ആ ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ 100 ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണണം എന്നുള്ളവർക്ക് അത് കാണാം, അതൊക്കെ കാണാം. പിന്നെ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ പുതിയ നല്ല രീതിയിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ പുസ്തകം ഇറക്കണ ഇതുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങൾ ഏതൊക്കെ വേണം എന്നുള്ളത് 1-2 പുസ്തകങ്ങൾ വേണമെങ്കിൽ ടീച്ചർ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ മക്കളൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ.